വളരെ പ്രശസ്തമായൊരു ചൈനീസ് കഥയുണ്ട്. ചൈനയിലൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ഈ ചക്രവർത്തിക്ക് മക്കളില്ല. അടുത്ത ഭരണാധികാരി ആരെ ആക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു നിശ്ചയവുമില്ല. അങ്ങനെ ഈ ഭരണാധികാരി മുഴുവൻ ജനങ്ങളെയും വിളിച്ചു വരുത്തിയിട്ട് അടുത്ത ഭരണാധികാരി ആരാക്കണം തീരുമാനിക്കാൻ ഒരു വിത്ത് എല്ലാവർക്കും സമ്മാനിച്ചു. ആ വിത്ത് മുളപ്പിച്ചു കൊണ്ടുവന്ന ഒരാളെ അടുത്ത ഭരണാധികാരിയാക്കാം എന്നായിരുന്നു തീരുമാനം. അങ്ങനെ എല്ലാവർക്കും വിത്തുകൾ കൊടുത്തു. കൂട്ടത്തിൽ ഒരു ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയും വിത്ത് വാങ്ങി. ആ കുട്ടി ചെടികളെയും പൂക്കളെയും ഒക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. ഈ കുട്ടി എത്ര വെള്ളം ഒഴിച്ചിട്ടും എത്ര സൂര്യപ്രകാശത്തിൽ കൊണ്ടുവച്ചിട്ടും ഈ വിത്ത് മുളക്കുന്നില്ല. ഒടുവിൽ ആ കുട്ടി പരാജയപ്പെട്ടു. വിത്ത് മുളച്ചതേയില്ല. ഒരു വർഷം കഴിഞ്ഞ് എല്ലാവരും തങ്ങൾ മുളപ്പിച്ച ചെടിയുമായിട്ട് രാജാവിനെ കാണാനെത്തി. ഒരുപാട് പേരുണ്ട്. കൂട്ടത്തിൽ ഈ കുട്ടിയും വന്നു, ഒഴിഞ്ഞ ചട്ടിയുമായിട്ട് തൻ്റെ വിത്ത് മുളച്ചില്ല എന്ന കാര്യം അറിയിക്കാൻ. എല്ലാം കേട്ട് കഴിഞ്ഞ് രാജാവ് പറഞ്ഞു, അടുത്ത ഭരണാധികാരിയായിട്ട് ഈ കുട്ടിയെയാണ് ഞാൻ നിയമിക്കുന്നത് എന്നുള്ളത്. എല്ലാവരും ഭയങ്കര ഷോക്കായി. കാരണം ചെടി മുളപ്പിക്കാൻ കഴിയാത്ത ഈ കുട്ടിയെ എന്തുകൊണ്ടാണ് രാജാവ് അടുത്ത ഭരണാധികാരിയായിട്ട് നിയമിച്ചത്? രാജാവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ പരീക്ഷിച്ചതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഒരിക്കലും മുളക്കാത്ത വിത്താണ് നൽകിയത്. ആ വിത്ത് ഒരിക്കലും മുളക്കില്ല, കാരണം അത് ഞാൻ വറുത്തെടുത്ത വിത്താണ്. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ കുട്ടി മാത്രമാണ് ആ യഥാർത്ഥ വിത്ത് മുളപ്പിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടത്. നിങ്ങളെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കള്ളത്തരം കാണിച്ച് മറ്റൊരു വിത്ത് മുളപ്പിച്ചിട്ടാണ് എൻ്റെ മുന്നിലെത്തിയത്. ഈ കഥ നമുക്ക് നൽകുന്നൊരു പാഠമുണ്ട്. ലൈഫിൽ എന്ത് സാഹചര്യങ്ങൾ ഉണ്ടാവണമെങ്കിലും സത്യസന്ധനാവുക എന്നുള്ളത്. സത്യസന്ധത ഒരു പക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്കൊരു വലിയ പരാജയമോ അല്ലെങ്കിൽ വിഷമമൊക്കെ ഉണ്ടാവുമെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ആത്യന്തികമായിട്ട് അത് നമുക്ക് നൽകുന്നത് സ്നേഹവും സന്തോഷവും വിജയവും ആയിരിക്കും. ഈ കഥ മുമ്പ് കേട്ട ആളുകളുണ്ടോ? ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണേ.